നമസ്കാരം. ദ പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രണ്ട് പത്രങ്ങളാണ് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത്, മാതൃഭൂമിയും ഗൾഫ് മാധ്യമവും. ഈ രണ്ട് പത്രങ്ങളിലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ തന്നെയാണ് പത്രങ്ങളിൽ വരുന്നത്. പ്രധാനപ്പെട്ട വാർത്തകൾ ഫ്രണ്ട് പേജിൽ തന്നെ നൽകാൻ രണ്ട് പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് NSSൻ്റെ നിലപാട് മാറ്റത്തെക്കുറിച്ച് ഇരുപത്രങ്ങളും അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. ഏറ്റവും വലുതായി മാതൃഭൂമിയാണ് അത് നൽകിയതെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഗൾഫ് മാധ്യമവും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി അത് വിശദമായി തന്നെ ആദ്യ പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഉൾപേജിൽ മാതൃഭൂമിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അഭിമുഖങ്ങളുമുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പോകാം. കഴിഞ്ഞ ദിവസം സർക്കാർ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം NSS നിലപാട് മാറ്റിയിരിക്കുന്നു എന്നാണ്. NSS എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ പറഞ്ഞിരുന്നത് സമദൂരം എന്നാണ്. അതായത് ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ തുല്യമായ ഒരു ദൂരം ഞങ്ങൾ പാലിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളോട് തുല്യമായ ദൂരം പാലിക്കുന്നു. അങ്ങനെ ഒരു സമദൂര സിദ്ധാന്തമായിരുന്നു പണ്ട് മുതലേ NSS സ്വീകരിച്ചു വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും അത് UDFന് അനുകൂലമായ നിലപാടുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി NSS നിലപാടെടുക്കുന്നത് ചരിത്രത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പോഴതാ അത് സംഭവിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അയ്യപ്പ സംഗമത്തിൽ അനുബന്ധിച്ച് NSS അതിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. തൊട്ട് പിന്നാലെ തന്നെ തൊട്ടടുത്ത് തന്നെ പന്തളത്ത് നടത്തിയ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമത്തിൽ അവർ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, നേരത്തെ വനിതകളെ ശബരിമലയിൽ കയറ്റാമെന്നൊരു വിധി വന്ന ശേഷം, സ്ത്രീ പ്രവേശന വിധിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഒട്ടലാകെ നടന്ന സമരങ്ങൾക്ക്, അതായത് നാമജപ സമരം, ഇതിന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്ന NSS ആണ്. NSS ആണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ അടക്കം സമീപിച്ചത്. ആ NSS ആണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തിൽ തങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് മാറ്റി ഇടതുപക്ഷത്തോട് ചായ്ഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചായുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാം. ഈ വാർത്ത സംബന്ധിച്ച് മാതൃഭൂമിയിലെ വാർത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ, പിണറായി സർക്കാരുമായി 9 ആണ്ടായി തുടരുന്ന സകല അകലം ഒഴിവാക്കിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 9 വർഷവും പിണറായി സർക്കാരിനോട് പൂർണ്ണമായും അകന്ന് നിന്നിരുന്ന NSS അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് SNDPയുടെ പിന്തുണയും ഉണ്ടായിരിക്കുന്നു എന്നതാണ്. SNDPയും NSSൻ്റെ നിലപാട് മാറ്റത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു. സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് SNDPയും പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ വിജയമായി തന്നെ ഇതിനെ കാണാം. കാരണം NSSനെയും SNDPയും ഒരുപോലെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ പിണറായി വിജയന് സാധിച്ചിരിക്കുന്നു. അതിനൊരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെയാണ് അത് സാധ്യമായത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. മാതൃഭൂമിയുടെ ഉൾപേജിൽ രണ്ടുപേരുടെയും, അതായത് NSSൻ്റെ അതുപോലെ തന്നെ SNDPയുടെയും നേതാക്കന്മാരുടെ അഭിമുഖമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിമുഖവും അതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിൻ്റെ അഭിമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുകുമാരൻ നായരുടെ അഭിമുഖവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്, മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, എന്നാൽ കോൺഗ്രസിൽ നിന്ന് യാതൊരു വിളിയും വരുന്നില്ല, അവർ വേണ്ടതൊന്നും ചെയ്തില്ല. ഒപ്പം തന്നെ BJPയും ശബരിമല സംരക്ഷണത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തേക്ക് കൂടുതൽ ചായുന്ന ഒരു വ്യക്തമായ ഒരു രീതിയിലുള്ള ഒരു ചായ്വ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. ഇത് സുകുമാരൻ നായർ പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിക്ക് തന്നെ നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. സർക്കാരിൻ്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അവിടുത്തെ ആചാരം സംരക്ഷിക്കണം, അതായത് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം എന്ന് തന്നെയാണ് SNDPയും NSSും ഒരുപോലെ അവകാശപ്പെടുന്നത്. അത് സർക്കാർ ചെയ്യുന്നു എന്നാണ് നിലപാടാണ് ഇരുവരും സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് SNDPയും NSSും പറയുന്നത്. ഇതിലേക്ക് വരികയാണെങ്കിൽ ഗൾഫ് മാധ്യമത്തിലെ വാർത്ത നോക്കുകയാണെങ്കിൽ, ഇടതോരം ചാഞ്ഞ് NSS എന്നാണ് അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട് തന്നെ. ആ സമയത്ത് മാതൃഭൂമി നൽകിയിരുന്ന വിശ്വാസം ഇടത്ത് എന്നാണ്. അത് വലത്തിൽ നിന്ന് ഇടത്തിലേക്കാണ് വിശ്വാസം, ഇടതുപക്ഷത്തിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇടതോരം ചാഞ്ഞ് NSS എന്ന് പറയുമ്പോൾ സമദൂരം വിട്ട് NSS ഒരു വശത്തേക്ക് ചായുന്നു എന്ന ധ്വനി ആണ് ഗൾഫ് മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ ഉള്ളത്. വാർത്ത ഏതാണ്ട് സെയിം തന്നെയാണ്, ഒരുപോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിശ്വാസികൾക്കായി BJPയും കോൺഗ്രസും ഒന്നും ചെയ്തില്ല, അതേസമയം ഇടത് സർക്കാർ അത് ചെയ്യുന്നുണ്ട് എന്ന ഒരു വിശ്വാസം തങ്ങൾക്കുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പടം വെച്ചുകൊണ്ട് തന്നെയാണ്
നൽകിയിരിക്കുന്നത്. മാധ്യമം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിരിക്കുന്നത് VC-മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള സർക്കാരിൻ്റെ കരട് ബില്ലിനെ കുറിച്ചാണ്. ആ ബില്ല് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതായത് നിലവിൽ 2 മാസത്തിൽ ഒരിക്കലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. അത് 2 മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ 2 മാസം നീട്ടി വയ്ക്കാനുള്ള അധികാരം VC-ക്കുണ്ട്. നമുക്കറിയാം പലപ്പോഴും അനിൽകുമാറിനെ കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറായ അനിൽകുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് VC തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനെയൊക്കെ മൂക്ക് കയറിടാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു കരട് ബിൽ കൊണ്ടുവന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് 1/3 അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. സിൻഡിക്കേറ്റിലെ 1/3 അംഗങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ഒരാഴ്ചയ്ക്കകം ചേരണമെന്നാണ് കരട് ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഒപ്പം തന്നെ 2 മാസത്തിലൊരിക്കൽ നിർബന്ധമായും ഇത് ചേർന്നിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. അതായത് ഇത് കോടതി നിർദ്ദേശിച്ചിട്ടും കേരള VC യോഗം വിളിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കരട് ബില്ലുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൻ്റെ, ഗവർണറാണ് ചാൻസലർ, അവർ പരസ്പരമുള്ള പോരിൻ്റെ ഭാഗമായി പലയിടത്തും VC-മാരെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെ എല്ലാം തന്നെ നിയമനത്തിലെല്ലാം തന്നെ ഉണ്ടായ രാഷ്ട്രീയവും മായ പ്രശ്നങ്ങൾ നമുക്കറിയാം. VC നിയമനത്തിൽ ഗവർണറുടെ ഇടപെടലും അതുപോലെ തന്നെ സർക്കാരിന് അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലുണ്ടായ നടപടികളെല്ലാം തന്നെ നമുക്കറിയാം. ഗവർണർ വിളിക്കുന്ന യോഗത്തിൽ ചില VC-മാർ വിട്ടുനിൽക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഒടുവിലാണ് കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷവും എല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ VC-യെ മാറ്റുന്നു, പകരം വേറെ VC-യെ വയ്ക്കുന്നു. സിൻഡിക്കേറ്റ് വീണ്ടും VC-യെ സസ്പെൻഡ് ചെയ്ത നടപടിയെ റിവോക്ക് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകളും പലതരത്തിലുള്ള നാടകങ്ങളും നമ്മൾ കാണുകയുണ്ട്. ഇതിനെല്ലാം തടയിടാനാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. മാധ്യമം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒപ്പം തന്നെ മാതൃഭൂമിയിലും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ലഡാക്കിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലഡാക്കിൽ അവർക്ക് സ്വതന്ത്ര പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിൽ 2 പേർ ആശുപത്രിയിൽ ആരോഗ്യം മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് നീക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ജൻസികൾ, അതായത് വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അക്രമാസക്തമായി സമരം ഇന്നലെ അക്രമാസക്തമാവുകയും അവർ BJP ഓഫീസിനടക്കം തീയിടുകയും ചെയ്തു. സെൻട്രൽ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഹൗസിന് തീയിട്ടു. അങ്ങനെ അക്രമാസക്തമാവുകയായിരുന്നു. ഈ അക്രമാസക്തമായ വാർത്തയാണ് ഇന്ന് 2 പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇരു പത്രങ്ങളും അതിൻ്റെ പടങ്ങളും നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ ഈ പടവും കത്തിക്കുന്ന പടമാണ് രണ്ടിലും നൽകിയിരിക്കുന്നത്. ഒന്നൊരു വളരെ വൈഡായിട്ടുള്ള പടമാണ് എങ്കിൽ BJP ഓഫീസിന് തീയിട്ട പടമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നതെങ്കിൽ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് തീയിട്ട പടമാണ് ഗൾഫ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ 2 വ്യത്യസ്ത പടങ്ങളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വാർത്ത ഒന്ന് തന്നെയാണ്. ഈ വാർത്തയുടെ വിശദാംശം എന്ന് പറയുന്നത് 2019 സെക്രട്ടേറിയറ്റ് യോഗം വന്നതോട് ജമ്മു കാശ്മീരിനെ പിരിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീരിനെ 2ആയി പിളർത്തുകയും ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിനെയും അതുപോലെ തന്നെ ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായും നിലനിർത്തി. അപ്പോൾ അന്ന് കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ മുതൽ തന്നെ അവിടെ പ്രതിഷേധങ്ങൾ തുടങ്ങിയിരുന്നു. തങ്ങളെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ലഡാക്കുകാരുടെ ആവശ്യം. അത് സംബന്ധിച്ച് സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് സമാധാനപരമായ സമരങ്ങളാണ് അവിടെ നടന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മേൽവിലാസമൊന്നും അവകാശപ്പെടാനില്ലാതെ സോനം വാങ്ചുക്ക് എന്ന പരിസ്ഥിതി പ്രവർത്തകൻ നടത്തിയ സമരമായിരുന്നു. അതാണ് ഇന്നലെ അക്രമാസക്തമായത്. ഈ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയാണെന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് ലേ ലഡാക്കിൽ കൂടുതലുള്ളത്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പദവി പോലെ തന്നെയാണ് ലേ ലഡാക്കിനും അപ്പോൾ ആ പദവി ലഭിക്കുക. അവിടെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ് കൂടുതലായും ഉള്ളത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അത്തരത്തിലുള്ള ഒരു പദവി തന്നെ ലേ ലഡാക്കിനും ലഭ്യമാക്കണം എന്നായിരുന്നു ആവശ്യം. എന്തുകൊണ്ടാണ് യുവജനങ്ങളും വിദ്യാർത്ഥികളും കൂടുതലായി സമരരംഗത്ത് ഇറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. തൊഴിലില്ലായ്മ ലേ ലഡാക്കിൽ രൂക്ഷമായിരിക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരുമായി വിട്ടതിന് ശേഷം സാമ്പത്തികമായി വലിയ പ്രാധാന്യമൊന്നും ഓട്ടോണമസ് സ്റ്റാറ്റസ് ഒന്നും ഇപ്പോൾ ഇവർക്കില്ല. കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന നിരന്തരം ഉണ്ടാകുന്നു എന്നാണ് ലേ ലഡാക്കുകാർ പറയുന്നത്. ഞങ്ങൾ ആർക്കും തൊഴിലവസരങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു, ആർക്കും തൊഴിൽ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇതെല്ലാം രൂക്ഷമായതോടുകൂടിയാണ്, തൊഴിലില്ലായ്മ രൂക്ഷമായതോടുകൂടിയാണ് ജെൻസി പ്രക്ഷോഭം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു പ്രക്ഷോഭം ലേ ലഡാക്കിലും പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുപോലെ മറ്റു വാർത്തകളും പ്രധാനപ്പെട്ട വാർത്തകളായി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നതാണ്. അതായത് നമ്മുടെ കേരള ഹൈക്കോടതിയെ ടൗണിൽ നിന്നും മാറ്റി കളമശ്ശേരിയിലേക്ക് മാറ്റുന്നതിനുള്ള ബില്ല് മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ HMTയുടെ 27 ഏക്കർ സ്ഥലത്ത് 12 ലക്ഷത്തിലധികം ചതുരശ്ര അടി കെട്ടിടമുണ്ടാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതി അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഗരത്തിലുള്ള കേരള ഹൈക്കോടതി നിൽക്കുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അവിടെ നഗരത്തിനകത്താണ്. ഇനിയും അത് വികസിപ്പിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കോംപ്ലക്സ് ആക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി കളമശ്ശേരിക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മന്ത്രി പി രാജീവ്, നിയമമന്ത്രി പി രാജീവ്, ഒപ്പം തന്നെ ഹൈക്കോടതി ജസ്റ്റിസായ മുഷ്താഖ് അടക്കം ഉള്ളവർ ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിലെ ഭൂമി സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ ഘട്ടങ്ങൾ ആരംഭിക്കും. ഏതായാലും അധികം വൈകാതെ കേരള ഹൈക്കോടതി കൊച്ചി നഗരത്തിൽ, ഇപ്പോൾ മറൈൻ ഡ്രൈവിനടുത്താണ് നിൽക്കുന്നത്, അവിടെ നിന്ന് അത് കളമശ്ശേരിയിലേക്ക് മാറ്റും. മാതൃഭൂമിയാകട്ടെ ഒന്നാം പേജിൽ നൽകിയ മറ്റൊരു വാർത്ത ഉഭയസമ്മത വിവാഹമോചനത്തിന് സമയം നിർബന്ധമാക്കേണ്ട എന്ന ഒരു വാർത്തയാണ്. മ്യൂച്വലി ഡിവോഴ്സിന് നൽകുന്നവർക്ക് ഇപ്പോൾ ഒരു വർഷത്തോളം കാത്തിരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ അടിസ്ഥാനം. എന്നാൽ അങ്ങനെ കാത്തിരിപ്പിക്കേണ്ട ആവശ്യകതയില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് പി ബാലാജി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു ദമ്പതിമാരാണ് അവിടെ ഒരു കുടുംബ കോടതിയിൽ തങ്ങൾക്ക് ഒരുമിച്ച് പോകാനാവില്ല, മാനസികമായി ഒരുമിച്ച് പോകാനാവില്ല, വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ കോടതി ഇത് പരിഗണിക്കുകയും ആദ്യം ഇത് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഒരു വർഷമാകാതെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇവർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വീണ്ടും കീഴ്ക്കോടതിയെ തന്നെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു. കീഴ്ക്കോടതിയെ സമീപിച്ചപ്പോൾ വീണ്ടും ഇതേ നിലപാട് തന്നെ കോടതി സ്വീകരിച്ചതോടുകൂടിയാണ് ഇവർ വീണ്ടും മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മത വിവാഹമോചനത്തിന് ഇനി കാലം കാത്തിരിക്കേണ്ട എന്ന, സമയം നിർബന്ധമാക്കേണ്ട എന്ന ഇത് വരുമ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇനി എല്ലാ കോടതികൾക്കും അത് ബാധകമാകും. അതിൽ സുപ്രീം കോടതി ഇടപെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഷൻ ബെഞ്ചോ മേൽ ബെഞ്ചുകൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സവാദം ഉന്നയിക്കാത്ത പക്ഷം ഇത് എല്ലാ കോടതികൾക്കും ബാധകമാകും. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയുള്ള മറ്റൊരു വാർത്തയാണ് യേശുദാസിന് തമിഴ്നാടിൻ്റെ സുബ്ബലക്ഷ്മി പുരസ്കാരം നൽകിയ വാർത്ത. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ശ്വേതാ മോഹനും നരേന്ദ്രനും സായി പല്ലവിക്കും കലൈമാമണി പുരസ്കാരം ലഭിച്ചതിൻ്റെ വാർത്തയും ചിത്രങ്ങളോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. യേശുദാസിൻ്റെയും ശ്വേതാമേനോൻ്റെയും തൃശ്ശൂർ സി നരേന്ദ്രൻ, സാൻഡി മാസ്റ്റർ എന്നിവർക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ പടങ്ങളാണ് നൽകിയിരിക്കുന്നത്. സംഗീത മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് യേശുദാസിന് പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത എമിറേറ്റ്സിൽ പവർ ബാങ്ക് നിയന്ത്രണം ഒക്ടോബർ 1 മുതൽ എന്നാണ്. എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ചെക്ക് ഇൻ ബാഗേജിൽ പവർ ബാങ്കിലുള്ള നിരോധനം കർശനമാക്കിയത് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിലാകും എന്നതാണ്. നിങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ചെക്ക് ഇൻ ബാഗേജിൽ ഇനി മുതൽ പവർ ബാങ്ക് കൊണ്ടുപോകാൻ ആവില്ല. 1-ാം തീയതി മുതൽ കൊണ്ടുപോകാനാകില്ല. അതേസമയം നിങ്ങളുടെ നിബന്ധനകളോടെ ഒരു പവർ ബാങ്ക് നിങ്ങളുടെ
ക്യാബിൻ ബാഗേജിൽ വയ്ക്കാം. അതുപോലും പക്ഷേ 100 വാട്ട് ഹവറിന് താഴെയുള്ള പവർ ബാങ്ക് മാത്രമേ ഉപയോഗിക്കാനാവുള്ളൂ. വിമാനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് പവർ ബാങ്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന പവർ ബാങ്ക് അതിൻ്റെ ശേഷി എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കണം. അതായത് വിവരങ്ങൾ ഉണ്ടായിരിക്കണം. പവർ ബാങ്കുകൾ വിമാനത്തിലെ ഓവർഹെഡ് സ്റ്റോറേജ് ബിന്നിൽ വയ്ക്കാൻ പാടില്ല. സീറ്റ് പോക്കറ്റിലോ അല്ലെങ്കിൽ സീറ്റിനടിയിലുള്ള ഫ്രണ്ട് സീറ്റിലെ സീറ്റിനടിയിലുള്ള ബാഗിലോ വെക്കണം തുടങ്ങിയ നിയന്ത്രണങ്ങളും ഒപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒന്നാം പേജിൽ. ഒപ്പം തന്നെ ഒരു പടം കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് സമ്പന്നമാണ് പല വാർത്തകൾ കൊണ്ട്. MiG-21 നാളെ ഇന്ത്യയുടെ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പടം നാളെ വിരമിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങ് ചണ്ഡീഗഡിലാണ് നടക്കുന്നത്. അതിൻ്റെ ചടങ്ങിൽ നിന്നുള്ള ഒരു പടവും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ചെറുതായിട്ടാണെങ്കിൽ കൂടി വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നു. ഡോക്ടറാകാൻ താല്പര്യമില്ല, നീറ്റിൽ 99.99% നേടിയ 19കാരൻ ജീവനൊടുക്കി എന്നൊരു വാർത്ത. മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഇന്നലെ ഉണ്ടായത്. 1ാം റാങ്കുകാരനായിരുന്നു. ചന്ദ്രപൂർ ജില്ലയിലെ നവർഗാവിലാണ് സംഭവം ഉണ്ടായത്. ഡോക്ടറാവാൻ താല്പര്യമില്ല, ബിസിനസ്സുകാരനാകണം എന്ന പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയാതെ വയ്യ. 99.99% മാർക്ക് നേടിയ അനുരാഗിന് OBC വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1475 റാങ്ക് ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിന് പ്രവേശനത്തിനായി പുറപ്പെടേണ്ട ദിവസം തന്നെയായിരുന്നു അനുരാഗ് അനിൽ ബോർക്കർ എന്ന 19കാരൻ ജീവനൊടുക്കിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ മാതൃഭൂമിയിലെയും അതുപോലെ തന്നെ മാധ്യമത്തിലെയും ഉൾപേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട വാർത്ത മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഉൾപേജിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ദുബൈയിൽ 41,000-ലേറെ വൈദ്യുത വാഹനങ്ങൾ ഉണ്ട് എന്ന ഒരു വാർത്ത മാതൃഭൂമി വലിയ കാര്യമായി തന്നെ നൽകിയിരിക്കുന്നു. എമിറേറ്റിൽ പരിസ്ഥിതി സൗഹൃദ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. വൈദ്യുത വാഹനങ്ങൾ വരുന്നതോടുകൂടി നമ്മുടെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബണിൻ്റെ എമിഷൻ കുറയും. ഫ്യൂവൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കുറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ അത് സഹായിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ട. മാധ്യമത്തിലാണ് എങ്കിൽ അതിൻ്റെ ഉൾപേജിലേക്ക് കിടക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായി 2ാം പേജിൽ തന്നെ നൽകിയത് റെക്കോർഡുകൾ ഭേദിച്ച് വിനിമയ നിരക്ക് എന്നതാണ്. അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന വാർത്തയാണ് വലിയ കാര്യമായി തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ഗൾഫ് മാധ്യമം നൽകിയിട്ടുണ്ട്. UAE ദിർഹമിന് 24.18 രൂപയായി മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. UAE ദിർഹമിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് അവർ പ്രധാനപ്പെട്ട നൽകിയിരിക്കുന്നത്. സമീപകാലത്തൊന്നും തന്നെ ഇന്ത്യൻ രൂപ ഇത്രയധികം ഇടിഞ്ഞ സാഹചര്യമുണ്ടായിട്ടില്ല. 88 രൂപയ്ക്ക് മീതെയാണ് ഇപ്പോൾ ഡോളറിനോട് തട്ടിക്കുമ്പോൾ വിനിമയ നിരക്ക്. അപ്പോൾ അത്രയും വലിയ തോതിൽ ഇന്ത്യൻ രൂപ താഴേക്ക് പോകുന്നു എന്ന വാർത്ത 3ാം പേജിൽ തന്നെ UAE ഗൾഫ് മാധ്യമം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത 2ാം പേജിൽ നൽകിയിരിക്കുന്നത് ഫിഫ വനിതാ സൗഹൃദ പരമ്പര ദുബൈയിൽ വെച്ച് നടക്കുമെന്നാണ്. അതിൽ അഫ്ഗാനിലെ വനിതാ അഭയാർത്ഥി ടീം പങ്കെടുക്കുമെന്ന വാർത്ത ശ്രദ്ധേയമാണ്. ആ വാർത്തയും അവരുടെ പടവും നൽകിയിട്ടുണ്ട്. സൗഹൃദം ലോക ഫുട്ബോളിൽ വനിതകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു സൗഹൃദ പരമ്പര ഫിഫ സംഘടിപ്പിക്കുന്നത്. ഇതിൽ UAE പങ്കെടുക്കുന്നുണ്ട്, അഫ്ഗാനുണ്ട്, ചാഡ് ഉണ്ട്, ലിബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പരസ്പരം മാറ്റുരയ്ക്കുക. അങ്ങനെ സ്പോർട്സിൽ തന്നെ വേറെയും വാർത്തകളുണ്ട്. ഇന്ത്യ ഫൈനലിലെത്തിയ വാർത്ത, ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ ഇന്ത്യ ഉറപ്പിച്ച വാർത്ത. ഇരു ടീമുകളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇരു പത്രങ്ങളും നൽകിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ മികച്ച പ്രകടനത്തെക്കുറിച്ച് ഇരു പത്രങ്ങളും ഒരുപോലെ വാർത്തകൾ നൽകിയിരിക്കുന്നുണ്ട്. ഉൾപേജുകളിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണ് എങ്കിൽ
ഭൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വിശദമായി തന്നെ ഇന്നും പത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു അല്ലെങ്കിൽ ഇടപെടുന്നു എന്ന വാർത്തയാണ് ഉള്ളത്. ED അന്വേഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര GST വകുപ്പും ഈ ഇടപെടൽ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത മാധ്യമവും അതുപോലെ തന്നെ മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗം ഇടപാടുകളും രേഖകളും അനധികൃതമാണ് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ED ഹൈക്കോടതിയിൽ തന്നെ കേരള ഹൈക്കോടതിയിൽ തന്നെ ED ഈ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ വാദത്തിനിടയിലാണ് എന്തുകൊണ്ട് ഭൂട്ടാൻ കാർ കടത്തും അത് വലിയൊരു സംഭവമല്ല, എന്തുകൊണ്ട് ED അന്വേഷിക്കുന്നില്ല എന്ന്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തൊരു ചോദ്യം വരികയും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അന്വേഷിക്കുമെന്ന് പറയുകയുമായിരുന്നു. അപ്പോൾ ഈ കാർ കടത്തുമായി ബന്ധപ്പെട്ട് മറ്റു 2 വാർത്തകൾ, ദുൽഖറിൻ്റെ 2 കാറുകൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമിത് ഷായുടെ ഒരു കാറാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ പിടിച്ചെടുത്ത കാറുകളെല്ലാം തന്നെ ഇവരോട് തന്നെ സൂക്ഷിക്കാനാണ് ഇപ്പോൾ ഉടമകളോട് തന്നെ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടിയാണ് അങ്ങനെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി 2 പത്രങ്ങളുടെയും എഡിറ്റോറിയൽ നമുക്കൊന്ന് പരിശോധിക്കാം. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ മാനനഷ്ടത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന പേരിലാണ്. അതായത് മാനനഷ്ട കേസുകൾ സംബന്ധിച്ച് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ അവർ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മുഖപ്രസംഗത്തിൽ പറയുന്നത്, ഇതൊന്ന് പരിഷ്കരിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ് മാതൃഭൂമിയും എഴുതിയിരിക്കുന്നത്. വയറിൻ്റെ കേസ് പരിഗണിക്കവെയാണ് മാനനഷ്ട കേസുകൾ സംബന്ധിച്ച് അതിൻ്റെ ഒരു പരിഗണന അതൊന്ന് വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് ചർച്ചയ്ക്ക് സുപ്രീം കോടതിയെ കൊണ്ടുവന്ന് സുപ്രീം കോടതി 2 അംഗ ബെഞ്ചാണ് കൊണ്ടുവന്നത്. അതായത് പരമാവധി ജീവൻ വെച്ചിരിക്കുന്നത് മാനഹാനി ഉണ്ടാകുന്ന ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്നത് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി 2016 ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വയറുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുമ്പോൾ പലപ്പോഴും മാനനഷ്ട കേസുകൾ വരുന്നത് സംബന്ധിച്ചാണ് ഇതിനെതിരെ പലപ്പോഴും കോടതി കയറേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെതിരെയായിരുന്നു, ഇത് സംബന്ധിച്ചൊരു കേസായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19(1) പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇത് വരുന്നത് എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് 2014 സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് 2 അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. ഈ 2 അംഗ ബെഞ്ചിൻ്റെ നേരത്തെ 2016 ഇതിൽ വിധി വന്നത് 2 അംഗ ബെഞ്ചിൻ്റേതായതുകൊണ്ട് ഈ കേസിലൊരു വിധി പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് പുനഃപരിശോധിക്കണമെന്ന് ഉത്തരവിടാൻ സുപ്രീം കോടതിക്ക് നിലവിൽ ഇപ്പോഴാവില്ല. ചീഫ് ജസ്റ്റിസിനോട് ഒരു മേൽ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട്, അതായത് വിശാല ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് 2-ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാനേ സാധിക്കുള്ളൂ. ഏതായാലും ഈ മാനനഷ്ട കേസുകൾ ക്രിമിനലായും സിവിലായും 2 തരത്തിൽ ഫയൽ ചെയ്യാറുണ്ട്. ഇത് രണ്ടും പലപ്പോഴും തങ്ങളെ വാർത്തകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിവരാവകാശ പ്രവർത്തകർക്കെതിരെയോ എല്ലാം ആയുധമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം മാധ്യമപ്രവർത്തകർക്ക് അടക്കം വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് പറയാതെ വയ്യ. പക്ഷേ അത് 2016 വിധി പുനഃപരിശോധിച്ച് വേണ്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. ഗൾഫ് മാധ്യമമാകട്ടെ അത് UGCക്കെതിരെയാണ്, കേന്ദ്രം UGCയെ ഒരു ടൂളാക്കി ഉപയോഗിക്കുന്നതിനെതിരെയാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത് UGCയുടെ ചില കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി നമ്മുടെ ബിന്ദു UGCയുടെ ചില നിർദ്ദേശങ്ങൾക്ക് നൽകിയ മറുപടി വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അതായത് എവിടെ UGCയെ ഇരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ടാണ് UGCയെ കേന്ദ്ര സർക്കാർ 1953 സ്ഥാപിതമായ UGC എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം അതൊരു 56 പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തോടു കൂടിയാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറുന്നത്. അതൊരു ഫണ്ടിങ് ഗ്രാൻഡ് നൽകുക, പരീക്ഷണങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർക്ക് ഇടപെടാനുള്ള
എന്താ പറയുക, ഇടപെടാനുള്ള വ്യവസ്ഥയുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ UGC എന്ന് പറയുന്നത്, ഈ പുതിയ സർക്കാർ, നിലവിലെ കേന്ദ്ര സർക്കാരിന് കീഴിൽ അവർ എന്ത് പഠിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആശയങ്ങളെ മാത്രം പഠിപ്പിക്കുന്നു, ചില മതങ്ങളെ തഴയുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഗൾഫ് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച് UGC എവിടെ ഇരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി തീരുമാനിക്കണം എന്നാണ്. UGCയുടെ അതിൻ്റെ കർത്തവ്യം എന്താണോ അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റ് സിലബസിലേക്ക് കടന്നു കയറരുത് എന്നാണ് ഈ എഡിറ്റോറിയലിലൂടെ മാധ്യമം പറയുന്നത്. UGCയുടെ നിർണിത മേഖലയല്ല കരിക്കുലം നിർദ്ദേശിക്കുക എന്നത്. 2020 രേഖയ്ക്ക് അനുസൃതമാണ് വാദത്തിൽ സംസ്ഥാനങ്ങൾക്ക് അത് ബാധകമാക്കാനാണ് ശ്രമം. അതാകട്ടെ സർവകലാശാലയുടെ സിലബസ്, കോഴ്സ്, ഘടന, വായനാ പട്ടിക എന്നിവ തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രാധികാരം റദ്ദ് ചെയ്യുന്നു എന്ന് എഡിറ്റോറിയലിലൂടെ മാധ്യമം ആരോപിക്കുന്നു. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും ഏതാണ്ട് ഒരേപോലുള്ള വിഷയങ്ങളും കോഴ്സുകളുമാണ് ഉണ്ടാവുക. ഇത് UGCയുടെ പരിധിയിൽ വരുന്നതല്ല എന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളം ഇത് സംബന്ധിച്ച് പഠിക്കാൻ റോമില താപ്പറിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതിയെ നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഈ സമിതി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് UGCയുടെ പല ഉപദേശങ്ങൾക്കും അല്ലെങ്കിൽ പല നിർദ്ദേശങ്ങൾക്കും സാധിക്കില്ല എന്ന മറുപടി കഴിഞ്ഞ ദിവസം കേരളം നൽകിയത്. അതിനെ മുൻനിർത്തിയാണ് ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ കോഴ്സുകളാണ് എങ്കിൽ അതിലൊരു വൈവിധ്യം ഉണ്ടാവില്ല. നമ്മൾ പല യൂണിവേഴ്സിറ്റികളിലും പലതരത്തിലുള്ള കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. പല പുതിയ കോഴ്സുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ UGC നൽകേണ്ടത് കോളേജുകൾക്ക് ഗ്രാൻഡ് നൽകുക, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക എന്നതാണ്. കരിക്കുലങ്ങളിലും അതുപോലെ തന്നെ സിലബസിലും UGC ഇടപെടാൻ തുടങ്ങിയാൽ പലപ്പോഴും UGCയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനടക്കമുള്ളവർ അവരുടെ അജണ്ടകൾ പലപ്പോഴും നടപ്പാക്കപ്പെട്ടേക്കാം. ഇപ്പോൾ അത് സംഭവിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. നമുക്കറിയാം, പല കോഴ്സുകളും ജ്യോതിഷം അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല കോഴ്സുകളും പുതുതായി വരുന്നതിനെതിരെയെല്ലാം വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് ഉപനിഷത്തുകൾ ഇതെല്ലാം പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതെല്ലാം അടിച്ചേൽപ്പിക്കുന്നു എന്ന വാദം അല്ലെങ്കിൽ ആരോപണം ശക്തമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് UGCക്കെതിരെ ഇത്തരത്തിലുള്ള UGC സിലബസുകളിൽ ഇടപെടാനുള്ള ഒരു സാധ്യത കൂടി കടന്നു വരുന്നത്. അത് തീർച്ചയായും ചെറുക്കപ്പെടേണ്ടതാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിലൂടെ ഗൾഫ് മാധ്യമം പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ദ പ്രസ് അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും നാളത്തെ പത്രങ്ങളിലെ വിശകലനങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇന്നത്തെ വാർത്തകൾ തന്നെയായിരിക്കും നാളെ പത്രങ്ങളിൽ ഉണ്ടാവുക. നമുക്കറിയാം, ഇന്ന് ഉണ്ടാകുന്ന വാർത്തകൾ വിശദമായി നാളെ പത്രങ്ങളിൽ വായിക്കാനും അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ പെർസെപ്ഷനിൽ നിന്നുള്ള വാർത്തകളുടെ ഒരു സമഗ്രമായ ചിത്രവും നൽകുന്നതാണ് പത്രങ്ങളുണ്ടാവുക. ആ സമഗ്രമായ ചിത്രങ്ങളുമായി ദ പ്രസ് നാളെ വീണ്ടും. നമസ്കാരം.